Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ റീയൂസ് കണ്ടന്റ് പോളിസിയെക്കുറിച്ചാണ്. നമുക്കറിയാം യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മൾക്ക് കോപ്പിറൈറ്റ് നൽകും. അങ്ങനെ ആ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്നും റിമൂവ് ആകും. അപ്പോൾ ഇതേപോലെ തന്നെ റീയൂസ് കണ്ടന്റ് പോളിസി എന്ന് പറഞ്ഞൊരു പുതിയ അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. മുമ്പ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പോളിസി ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു വ്യക്തിയുടെ വീഡിയോ, അതായത് യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ നിന്നും ആ വീഡിയോ റിമൂവ് ആകുമായിരുന്നു. മുമ്പ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പോളിസി ഉള്ള സമയത്ത് നമ്മൾ ഏതെങ്കിലും വ്യക്തിയുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ റിമൂവ് ആകുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ റീയൂസ് കണ്ടന്റ് പോളിസി യൂട്യൂബിൽ ചില മാറ്റങ്ങൾ വരുത്തി റീയൂസ് കണ്ടന്റ് പോളിസി വന്നതിന് ശേഷം ഇനി നമ്മൾ ഏതെങ്കിലും വീഡിയോസ്, അതായത് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ തന്നെ റിമൂവ് ചെയ്യും. അതായത് നമ്മളുടെ വീഡിയോ തന്നെ, നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ വീണ്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താലും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അതിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ആയിരിക്കും യൂട്യൂബ് ഡിസേബിൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മറ്റ് സുഹൃത്തുക്കളുടെ ചാനലിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ അവരുടെ പെർമിഷനോട് കൂടി നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലൂടെ അവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾറെഡി യൂട്യൂബിൽ മറ്റൊരു വ്യക്തി അപ്ലോഡ് ചെയ്ത വീഡിയോ അവർ പെർമിഷൻ തന്നിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വ്യക്തി ഒരുപക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് നൽകത്തില്ലായിരിക്കും. എന്നാൽ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും നമുക്ക് ഈ ഒരു റീയൂസ് കണ്ടന്റ് പോളിസിയുടെ ബേസിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അധികം ആളുകൾക്ക് അറിയാൻ ഇടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ വീണ്ടും റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പോളിസിയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലൂടെ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ വീഡിയോ റിമൂവ് ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് മോണിറ്റൈസേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു കാലതാമസം എടുക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഇതേപോലെയുള്ള വീഡിയോസ്, മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് വീണ്ടും റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഉടൻ തന്നെ പ്രൈവറ്റ് ആക്കേണ്ട, അത് റിമൂവ് ചെയ്ത് തന്നെ കളയുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസിയുടെ അണ്ടറിൽ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷനും പോകും. ഇനി തുടർന്നുള്ള സമയത്തും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോസ് റീ അപ്ലോഡ് ചെയ്യാതിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.